എങ്ങനെയാണ് ബി പിയുടെ ഒരു ട്രീറ്റ്മെന്റ്? ബി പിക്ക് ട്രീറ്റ്മെന്റ് എടുക്കണോ, അതോ ബി പി പ്രശ്നങ്ങൾ നമുക്ക് ലക്ഷണങ്ങളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ബി പി നമുക്ക് വെറുതെ വിടാവോ, അല്ലെങ്കിൽ നമുക്ക് ട്രീറ്റ്മെന്റ് എടുക്കാതെ അത് ഫുഡിൽ മാത്രം മാനേജ് ചെയ്താൽ മതിയാകുമോ എന്നൊക്കെ ഉള്ളത് പൊതുവായിട്ടുള്ള ഒരു സംശയമാണ്, അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണയാണ്. നമ്മളുടെ ബി പി കാലങ്ങളായിട്ട് ഉയർന്നു തന്നെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിന് വേണ്ട രീതിയിലുള്ള ഒരു കരുതൽ കൊടുക്കേണ്ടതാണ്. അത് നമ്മൾ കൺട്രോളിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. നോർമൽ ആയിട്ട് നമ്മളിപ്പം പെട്ടെന്ന് റാൻഡം ആയിട്ടൊരു ബി പി ചെക്ക് ചെയ്തപ്പോൾ അയാളുടെ വാല്യൂ നമുക്ക് 130/90 കിട്ടിയത്. അയാൾക്ക് വേറെ രോഗങ്ങളൊന്നും ഇല്ല. അയാളുടെ പ്രായം ഏകദേശം 30-35 അല്ലെങ്കിൽ അതിൽ താഴെയൊക്കെ വരുന്ന ഒരു രീതിയിലാണുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് പിറ്റേ ദിവസം തൊട്ട് മരുന്ന് സ്റ്റാർട്ട് ചെയ്യാനൊന്നും പറയില്ല. അവർക്ക് അവരുടെ ജീവിതശൈലിയിൽ ഭക്ഷണത്തിലൊക്കെ ചെറിയ ക്രമീകരണങ്ങൾ കൊണ്ടുവരാനായിട്ട് ആവശ്യപ്പെടും. അടുത്ത ആഴ്ച ഒന്നുകൂടി വന്ന് ബി പി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടും. അപ്പോഴും അവരുടെ ബി പിയുടെ നിലയിൽ മാറ്റങ്ങളൊന്നുമില്ല, ഒരു മാസമായിട്ടും ഇതിൽ യാതൊരു മാറ്റങ്ങളും ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളത് കുറച്ച് സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം. പിന്നെ മെഡിസിൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. കാരണം നമ്മൾ ഡയറ്റിൽ അതുപോലെ തന്നെ നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടൊന്നും നമുക്ക് ഈ ഒരു ബി പി കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. പിന്നെ പ്രായം ചെന്ന ആളുകളിൽ, അതുപോലെ തന്നെ മറ്റു രോഗങ്ങളുള്ളവരിൽ, പ്രമേഹം, കൊളസ്ട്രോൾ, ഹൃദ്രോഗം, കിഡ്നി കംപ്ലൈൻസ് ഒക്കെ ഉള്ളവരിൽ ബി പി ഉയർന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. അത് യാതൊരു തരത്തിലും നമ്മൾ വെറുതെ പോട്ടെ എന്നുള്ള രീതിയിൽ വിട്ട് കളയാൻ പാടില്ല. പ്രോപ്പർ ആയിട്ട് ഒരു ഡോക്ടറിനെ കണ്ട് വേണ്ട രീതിയിൽ ട്രീറ്റ്മെന്റ് എടുക്കുക തന്നെ ചെയ്യണം. അപ്പൊ ഹോമിയോപ്പതിയിലെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പ്രത്യേക മരുന്ന്, ബി പിക്ക് ഒരു പ്രത്യേക മരുന്ന് എന്നുള്ള രീതിയിലല്ല ഒരിക്കലും ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. ആ ഒരു പേഷ്യന്റിനെ മൊത്തത്തിൽ കൺസിഡർ ചെയ്തിട്ട് ഇൻഡിവിജ്വലൈസേഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മെഡിസിൻ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ബി പി മാത്രമല്ല, അയാൾക്ക് ഫിസിക്കലിയും മെന്റലിയും എല്ലാം ഒരു വെൽബീയിങ് കൊടുക്കാനായിട്ട് ഹോമിയോപ്പതി മെഡിസിനുകൾ കൊണ്ട് സാധ്യമാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ അവർക്ക് എല്ലാ തരത്തിലുള്ള ഒരു വെൽബീയിങ് കൊടുക്കാനായിട്ട് നമുക്ക് ഹോമിയോപ്പതിയിലൂടെ സാധ്യമാണ്.